സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനിക്ക് വീണ്ടും തിരിച്ചടി. മുംബൈയിലെ പാലി ഹിൽസിലുള്ള അദ്ദേഹത്തിന്റെ അതിപ്രശസ്തമായ അബോർഡ് എന്ന ആഡംബര വസതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകിട്ടി. ഏകദേശം 3716.83 കോടി രൂപ മൂല്യം കണക്കാക്കുന്ന ഈ വസതി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇ ഡി അറ്റാച്ച് ചെയ്തത്. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ട വായ്പാ തട്ടിപ്പ് കേസിലാണ് ഈ നിർണായക നടപടി. മുംബൈയിലെ ഏറ്റവും വിലപിടിപ്പുള്ള പാലി ഹിൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന അബോർഡ് 66 മീറ്റർ ഉയരമുള്ള 17 നിലകളുള്ള പടുകൂറ്റൻ കെട്ടിടമാണ്. അനിൽ അംബാനിയുടെയും കുടുംബത്തിന്റെയും ഔദ്യോഗിക വസതിയാണിത്. ഈ ആസ്തി കൂടി കണ്ടുകെട്ടിയതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അറ്റാച്ച് ചെയ്ത ആകെ സ്വത്തുക്കളുടെ മൂല്യം 15,700 കോടി രൂപയായി ഉയർന്നു. റിലയൻസ് കമ്മ്യൂണിക്കേഷൻ നടത്തിയ ബാങ്ക് വായ്പാ തട്ടിപ്പ് പണം വകമാറ്റി ചെലവാക്കിയെന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത്. യെസ് ബാങ്കിൽ നിന്നും 2017-നും 2019-നും ഇടയിൽ ഏകദേശം 3000 കോടി രൂപ ക്രമവിരുദ്ധമായി സംഘടിപ്പിച്ചു എന്നതാണ് പ്രധാന ആരോപണം. ഷെൽ കമ്പനികൾ വഴി ഈ പണം വകമാറ്റിയെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട്. വായ്പകൾ അനുവദിക്കുന്നതിന് പകരമായി യെസ് ബാങ്ക് പ്രൊമോട്ടർമാർക്ക് പ്രതിഫലം നൽകിയെന്നും ആരോപണമുണ്ട്. CBI രജിസ്റ്റർ ചെയ്ത 2 FIR-കളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണം ഊർജിതമാക്കിയത്. ഇതിനോടകം 30ഓളം സ്ഥലങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തുകയും 25ഓളം ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 66-കാരനായ അനിൽ അംബാനി 2ാം ഘട്ട ചോദ്യം ചെയ്യലിനായി ഉടൻ ഡൽഹിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അനിൽ അംബാനിയുടെ നിയന്ത്രണത്തിലുള്ള റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡും അന്വേഷണ പരിധിയിലാണ്. 2017-18 സാമ്പത്തിക വർഷത്തിൽ 3742 കോടി രൂപയായിരുന്നു കോർപ്പറേറ്റ് വായ്പകൾ. തൊട്ടടുത്ത വർഷം 8670 കോടിയായി കുത്തനെ ഉയർന്നത് സെബി നേരത്തെ തന്നെ ഫ്ലാഗ് ചെയ്തിരുന്നു. ഈ പണം വായ്പാ തട്ടിപ്പിനായി ഉപയോഗിച്ചുവെന്നാണ് ഇ ഡി പരിശോധിക്കുന്നത്. അതേസമയം റിലയൻസ് പവർ, റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികൾ തങ്ങൾക്ക് ഈ കേസുമായി ബന്ധമില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവ സ്വതന്ത്രമായി ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളാണെന്നും ആർക്കോം നിലവിൽ പാപ്പരത്ത നടപടികളിലൂടെ കടന്നു പോവുകയാണെന്നും കമ്പനി വക്താവും അറിയിച്ചു. അനിൽ അംബാനി നിലവിൽ ഈ 2 കമ്പനികളുടെയും ബോർഡ് അംഗമല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരത്തെ തന്നെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിനെയും അനിൽ അംബാനിയെയും തട്ടിപ്പുകാരായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് അദ്ദേഹത്തിനെതിരെ വ്യക്തിഗത പാപ്പരത്ത നടപടികളും ആരംഭിച്ചിരുന്നു. ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകം കൊണ്ട ഏറ്റവും വലിയ അന്വേഷണങ്ങൾ ഒന്ന് പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അനിൽ അംബാനിയുടെ ഭാവി കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ്. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ട ബാങ്ക് വായ്പാ തട്ടിപ്പിലൂടെയും കള്ളപ്പണം വെളുപ്പിക്കലിലൂടെയും സമ്പാദിച്ച പണം വകമാറ്റി എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ അനിൽ അംബാനിയുടെ വീട് കണ്ടുകെട്ടുക എന്ന നടപടിയിലേക്ക് ഇ ഡി എത്തിയത്. റിലയൻസ് പവർ, റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികൾ തങ്ങൾക്ക് ഈ കേസുമായി ബന്ധമില്ല എന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടെങ്കിലും അന്വേഷണം തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിനായി 2002-ലാണ് ഇന്ത്യയിൽ കൊണ്ടുവന്ന നിയമമാണിത്. ഏതായാലും അനിൽ അംബാനിയുമായി അദാനിയുമായും അംബാനിയുമായൊക്കെ വലിയ ബന്ധമുണ്ട് കേന്ദ്ര സർക്കാരിന് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ എപ്പോഴും കുറ്റപ്പെടുത്തുകയാണ് മറ്റുള്ള മുന്നണികളെല്ലാം. എന്നാൽ വളരെ കൃത്യമായി തന്നെ കേസുകളിൽ നടപടി ഉണ്ടാകുന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത് ഇ ഡിയെ കൊണ്ട് രാഷ്ട്രീയപരമായ ഇടപെടൽ നടത്തുകയാണ് എന്ന് പറയുന്നത് കള്ളമാണ് എന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ വിജയ് മല്യ അടക്കമുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് ഈ ഇ ഡിയുടെ കാലത്ത് തന്നെയാണ്. വിജയ് മല്യ മാത്രമല്ല, ഇപ്പോൾ അനിൽ അംബാനിയും അതിന്റെ പട്ടികയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനിൽ അംബാനിയുടെ അബോർഡ് ഇനി സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ആകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇ ഡി കണ്ടുകെട്ടുന്നതോടെ ഈ സ്വത്തുക്കളെല്ലാം സർക്കാർ നിയന്ത്രണത്തിലേക്ക് ആയി മാറുകയും ചെയ്യും.